നമശിവായ. നമസ്കാരം. ഇന്ദിരാനന്ദം ബ്രഹ്മാനന്ദത്തിൻ്റെ പ്രഭാത വന്ദനം. സർവശ്രുതിശിരോരത്ന സമുദ്ഭാസിതമൂർത്തയേ വേദാന്താംബുജസൂര്യായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ജ്ഞാനപാനാമൃതത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നാം കവി ഭൂമിയുടെ സവിശേഷതകളെപ്പറ്റി വർണ്ണിക്കുകയും ഭൂമിയിൽ ഭാരതഖണ്ഡമാണ് ഏറ്റവും നല്ലതെന്നും ഭാരതഖണ്ഡത്തിൻ്റെ സവിശേഷതകളെയും പറ്റി പറഞ്ഞ കവി അടുത്ത വരികളിലൂടെ കാലത്തിൻ്റെ സവിശേഷതകളെയാണ് പറയുന്നത്. യുഗം നാലേലും നല്ലു കലിയുഗം സുഖമേ തന്നെ മുക്തി വരുത്തുവാൻ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ രാമ എന്നിങ്ങനെ തിരുനാമ സങ്കീർത്തനമെന്നിയേ മറ്റില്ലേതുമേ യജ്ഞമറിഞ്ഞാലും. ഇപ്പോൾ കാലത്തിൻ്റെ സവിശേഷതകൾ പറയുന്നു എന്ന് പറഞ്ഞെങ്കിലും വളരെ വ്യക്തമായി തന്നെ ഇപ്പോൾ കലിയുഗമാണല്ലോ, കലിയുഗത്തിനെ പറ്റി പറയുകയാണ്. 4 യുഗങ്ങളുള്ളതിൽ വച്ച് ഏറ്റവും നല്ലത്, ഏറ്റവും മോക്ഷം ലഭിക്കുവാൻ ഏറ്റവും എളുപ്പമുള്ളത് കലിയുഗത്തിലാണെന്ന് കവി പറയുകയാണ്. ഭവനാമങ്ങളായ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന ഗോവിന്ദ രാമ എന്നിവ ഉച്ചരിക്കുക എന്നതൊഴികെ യാതൊരു പ്രയത്നവുമില്ലാതെ മോക്ഷപ്രാപ്തി ലഭിക്കും എന്ന് തന്നെയാണ് ഈ യുഗത്തിൽ മോക്ഷപ്രാപ്തിക്ക് ഏറ്റവും ഉത്തമം നാമസങ്കീർത്തനം തന്നെയാണെന്ന് കവി ഉറപ്പിച്ചു പറയുകയാണ്. നാമസങ്കീർത്തനത്തിൻ്റെ പ്രാധാന്യം നാം അറിഞ്ഞിരിക്കേണ്ടതാണ്. മറ്റ് 3 യുഗങ്ങളിലുള്ളവർക്കും മോക്ഷം നേടണമെങ്കിൽ ദുർഗമങ്ങളായ മാർഗങ്ങളെ അവലംബിക്കേണ്ടതുണ്ട്. കൃതയുഗത്തിൽ ശമതമാദികളോടുകൂടിയ തപോനിഷ്ഠയും ത്രേതായുഗത്തിൽ വേദപ്രണീതമായ വിധിയോടുകൂടിയ യജ്ഞങ്ങളും ദ്വാപരയുഗത്തിൽ വേദതന്ത്രവാദികളുമായി അവരാലുള്ള ഈശ്വര സേവയുമാണ് മോക്ഷമാർഗങ്ങളായി യുഗധർമ്മങ്ങളായി വിധിക്കപ്പെട്ടിട്ടുള്ളത്. എങ്കിൽ കലിയുഗത്തിൽ നാമസങ്കീർത്തനങ്ങളാൽ തന്നെ ഭഗവത് പ്രീതി ലഭിക്കും എന്നാണ് ഈ യുഗത്തിൻ്റെ പ്രത്യേകത. നാമസങ്കീർത്തനം ആണ് ഏറ്റവും വലുത്. അത് ചെയ്താൽ മാത്രം മതി നമുക്ക് മോക്ഷപ്രാപ്തി ലഭിക്കാൻ. ഇത് വേദങ്ങളിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഭാഗവതത്തിലും രാമായണത്തിലും മഹാഭാരതത്തിലും എല്ലാം. ഗീതയിൽ കൃഷ്ണൻ പറയുന്നുണ്ട്, എളുതായിട്ട് മുക്തി ലഭിക്കാനായി ചെവി തന്ന് കേൾപ്പിൻ എല്ലാവരും എന്ന മുൻവരികളിൽ പറഞ്ഞു വച്ച കവി പ്രകൃതം വിട്ട പല കാര്യങ്ങളും പറഞ്ഞ ശേഷം ജനങ്ങൾ ആകാംക്ഷ തൽപരരായി ആകാംക്ഷയോടുകൂടി കേൾക്കാൻ കാത്തിരുന്ന ആ പരമാർത്ഥം ഇത് ഇപ്പോൾ പറയുകയാണ്. അതായത് ഭഗവൻ നാമങ്ങളെ ഉച്ചരിക്കുക എന്നതാണ് മുക്തി ലഭിക്കുവാനുള്ള ഏറ്റവും ലളിതമായ മാർഗം. അതിനായി കവി കുറച്ച് പുണ്യനാമങ്ങൾ എടുത്തു പറഞ്ഞിരിക്കുന്നു. മറ്റ് പല ഗ്രന്ഥങ്ങളിലും മറ്റു പല മഹത് ഗ്രന്ഥങ്ങളിൽ പലതിലും പറഞ്ഞിട്ടുണ്ട്, കലികാലത്തിൽ മോക്ഷപ്രാപ്തിക്ക് മുക്തി ലഭിക്കുവാൻ നാമസങ്കീർത്തനമാണ് ഏറ്റവും വലുത് എന്ന്. അതുതന്നെയാണ് കവി ഇവിടെയും പറയുന്നത്.
ആദ്യമേ ചെവി തന്ന് കേൾക്കാൻ പറഞ്ഞു, പിന്നീട് പല പല കാര്യങ്ങളും പറഞ്ഞു പോയെങ്കിലും വീണ്ടും കവി വന്ന് നിൽക്കുന്നത് ഈ വരികളിലാണ്. ഏവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഏവരും സുഹൃത്തുക്കൾ തമ്മിൽ സത്സംഗം ചെയ്യുക. നാമസങ്കീർത്തനം കൂട്ടായും ഒറ്റയ്ക്കും എല്ലാം എപ്പോഴും കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന നാരായണ ജയ ശിവായ പഞ്ചാക്ഷരി, അങ്ങനെ അവരവരുടെ ഇഷ്ടത്തിന്, അവരവരുടെ യുക്തിക്ക്, അവരവരുടെ മാനസിക സംതൃപ്തിക്ക് അനുസരിച്ച് ഏത് ദേവതയെയാണോ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നത്, ജപിക്കാൻ കഴിയുന്നത്, സ്തുതിക്കാൻ കഴിയുന്നത്, അതെല്ലാം ചെയ്യുന്നതാണ് ഈ കലിയുഗത്തിൽ മോക്ഷപ്രാപ്തിക്ക് ഏറ്റവും ഉത്തമമെന്ന് വിശ്വസിക്കുക. അത് മനസ്സിലാക്കി പ്രവർത്തിക്കുക. ഗുരുപാദാരബന്ധങ്ങളിൽ സമർപ്പിക്കുന്നു. ഏവർക്കും നല്ലൊരു സുദിനം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.